നാട്ടികയിലെ ആ അപകടം നമുക്കൊക്കെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു കാര്യം തന്നെയാണ്. വഴിയരികിൽ കിടന്നുറങ്ങുകയായിരുന്ന 5 പേരുടെ ദേഹത്തേക്കാണ് ആ തടി കയറ്റിയ ലോറി പാഞ്ഞു കയറിയത്. എന്തായാലും ഈ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്ന അടക്കമുള്ള ചെലവുകൾ സർക്കാർ വഹിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അടിയന്തര സഹായം നൽകുന്ന കാര്യവും സർക്കാർ പരിഗണിക്കുമെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. തീർച്ചയായിട്ടും മൃതശരീരം അവിടെ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പാടാക്കി കഴിഞ്ഞു. അവിടെ സംസ്കരിക്കുന്നതിനും ഉള്ള സംവിധാനങ്ങളും ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞു. ബാക്കി കാര്യങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ചെയ്യും. സാധാരണ ഇത്തരം കാര്യങ്ങളിൽ ചെയ്യുന്നത് പോലെ ചെയ്യും. ഒരു അടിയന്തര ധനസഹായം ഉണ്ടാവും. ഇപ്പോൾ ശവസംസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും. ബാക്കി കാര്യങ്ങൾ നടപടിക്രമങ്ങൾക്കനുസരിച്ച് ആണ് ചെയ്യുക. ചികിത്സയിലുള്ള 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. MS ലിഷോയ് വിവരങ്ങളുമായിട്ട്. ലിഷോയ, പരിക്കേറ്റവരുടെ സ്ഥിതി ഇപ്പോഴും എങ്ങനെയാണ്? ഡോക്ടർമാർ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ? ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എപ്പോഴെത്തിക്കാൻ കഴിയും? ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. ആർക്കും അങ്ങനെ ജീവഹാനി സംഭവിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഘട്ടത്തിലേക്ക് ഇനി ആരും പോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതിനോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ നാട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു. അതായത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലും ഉണ്ടായിരുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ പ്രത്യേകം ആംബുലൻസുകളിലാക്കി ഇപ്പോൾ ഈ പാലക്കാട് ഗോവിന്ദാപുരത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ദുഃഖം നിറഞ്ഞ അല്ലെങ്കിൽ അതീവ ദുഃഖാർഹമായ ഒരു അന്തരീക്ഷം തന്നെയായിരുന്നു ഈ ആശുപത്രിയിലും ഉണ്ടായിരുന്നത്. കാരണം ബന്ധുക്കൾ എല്ലാവരും തന്നെ ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തി. അവിടെ രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു കുഞ്ഞിന്റെ, അതായത് 1 വയസ്സുള്ള കുഞ്ഞിന്റെ മൃതദേഹം ഉൾപ്പെടെയുള്ളവ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് ഇപ്പോൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിരിക്കുന്നത്. ഈ പോലീസിന്റെ എസ്കോർട്ടോട് കൂടിയാണ് തൃശ്ശൂരിൽ നിന്ന് പാലക്കാടേക്ക് ഈ മൃതദേഹങ്ങളെല്ലാം തന്നെ പ്രത്യേകം ആംബുലൻസുകളിലായി കൊണ്ടുപോകുന്നത്.